ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറെ പ്രിയപ്പെട്ടൊരു പുസ്തകത്തിൽ ആമമുട്ടകൾക്ക് ഊഴം വെച്ച് കാവൽ നിൽക്കുന്ന കൊല്ലത്തെ ചെറുപ്പക്കാരെ കുറിച്ച് വായിച്ചറിഞ്ഞായിരുന്നു. അത്ഭുതമായിരുന്നു. ഇങ്ങനെ രാവും പകലും ആരും ഇത് മോഷ്ടിച്ചു കൊണ്ടുപോവാതെ കുറച്ച് ചെറുപ്പക്കാര് ആമമുട്ടകൾക്ക് കാവൽ നിൽക്കുന്നു. മരം വെട്ടിക്കളയാതിരിക്കാനായിട്ട് മനുഷ്യർ അതിൻ്റെ ചുറ്റും കൂട്ടം കൂടുന്നു. ചില പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ഈ ലോകത്തെ രക്ഷിക്കാനായിട്ട് നിൽപ്പ് സമരം നടത്തുന്നു. ചിലർ പ്ലാസ്റ്റിക് പ്രതിരോധം തീർക്കുന്നു. വചനത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ പറഞ്ഞ പോലെ മനുഷ്യരെ സ്നേഹിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണെന്ന് ഈ പ്രപഞ്ചത്തെ സ്നേഹിക്കുന്നതൊക്കെ. ഈ നോൻപ് കാലത്തൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. കയ്യിൽ കിട്ടുന്ന പ്ലാസ്റ്റിക്കൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. ചില ചെടികൾക്കൊന്ന് വെള്ളം നനച്ചു കൊടുക്കണം. കുറച്ച് ജീവജാലങ്ങൾക്കൊരിത്തിരി വെള്ളം വെച്ചു കൊടുക്കണം. ചില പാഴ്വസ്തുക്കൾ എടുത്ത് മാറ്റുകയും മലിനജലം തുറന്നു വിടുകയും ചെയ്യണം. ഇതൊക്കെ നോമ്പിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ ഇതുവരെ വിചാരിച്ചിട്ട് പോലുമില്ലല്ലോ. ആ പ്രപഞ്ചത്തിലേക്ക് എൻ്റെ സ്നേഹമുണരുന്ന ദിനങ്ങളായി, ഈ പ്രപഞ്ചത്തെ പ്രണയിക്കുന്ന ദിവസങ്ങളായി ഈ കാലം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ.